ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതെ എണ്ണമയമില്ലാത്ത പൂരി എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സീക്രട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. നിങ്ങൾക്ക് പൂരി കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. ഒട്ടും എണ്ണമയമില്ലാതെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 കപ്പ് മൈദ. ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ അളവ് നിങ്ങൾക്ക് വ്യത്യാസമാണെങ്കിൽ എന്തായാലും ഗോതമ്പ് പൊടിയിനേക്കാളും കുറച്ച് കുറഞ്ഞ രീതിയിൽ മൈദ എടുക്കുക. അതായത് മൈദയേക്കാളും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഗോതമ്പ് പൊടി എടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ആദ്യം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ 1 കപ്പ് വെള്ളത്തിലാണ്, ഇപ്പോൾ ഞാനിവിടെ ടോട്ടലായിട്ട് 3 കപ്പാണ് പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് വെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നുള്ളത്. 1 കപ്പ് വെള്ളം ഇതിന് കറക്റ്റാണ്. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മുടെ മാവ് വളരെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഇട്ടിട്ട് നല്ലപോലെ ഇതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മാവ് ഒട്ടും കട്ടയും ഒന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഒരു മൂടിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഏകദേശം ഒരു 4 പേർക്ക് കഴിക്കാനുള്ള പൂരിയുടെ അളവാണ് ഇത്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രിഡ്ജിനെടുത്തതിന് ശേഷം ഒന്ന് നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ബോൾസ് ആക്കിയിട്ടെടുക്കാം. ഞാനിവിടെ മീഡിയം സൈസുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നുള്ളത്. അതേപോലെ ഞാനിവിടെ പ്രസ് വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉരുളയുടെ മേൽഭാഗത്തായിട്ട് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. പ്രസ്സിൽ കവർ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നുള്ളത് കേട്ടോ. ഡയറക്റ്റ് പ്രസ്സിലല്ല അമർത്തുന്നുള്ളത്, അതിൻ്റെ മേലെ ഒരു കവർ വെച്ചിട്ടാണ് അമർത്തിയെടുക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കണം. അപ്പം നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. പിന്നെ നമുക്ക് പൂരി കോരിയിടാൻ വേണ്ടിയിട്ടുള്ള പാത്രവും സ്പൂണും റെഡിയാക്കി വെക്കാം. ഇതേപോലെയാണ് ഞാൻ പരത്തിയെടുക്കുന്നുള്ളത്. നമ്മുടെ പ്രസ്സിലേക്ക് ഒരു കവർ ആദ്യം വെച്ചിട്ട് അതിൻ്റെ മേലെ ബോൾ വെച്ചിട്ട് അതിൻ്റെ മേലെ മറ്റൊരു കവർ വെച്ചിട്ട് പരത്തിയെടുക്കും. അപ്പോൾ നമ്മുടെ ഈ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് പരത്തിയെടുത്ത പൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് നല്ലപോലെ ബ്രൗൺ കളറായതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. വെള്ള കളറിൽ ചെയ്തെടുക്കരുത്. അപ്പോൾ പൂരി എണ്ണ കുടിക്കാനുള്ള ചാൻസും കൂടുതലാണ്, അതേപോലെ ടേസ്റ്റും കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു കളറിലേക്ക് മാറുമ്പോൾ തിരിച്ചിട്ടെടുക്കുക. അതേപോലെ 2 സൈഡും ഈ ഒരു കളറാകുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ പരത്തിയതാണെങ്കിലും വളരെ കട്ടിയോട് കൂടിയിട്ടൊന്നുമല്ല പരത്തിയിട്ടുള്ളത്, അത്യാവശ്യം തിന്നിൽ തന്നെയാണ് പരത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ചതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പൂരിക്ക് ഒട്ടും എണ്ണ കുടിക്കാതെ കിട്ടുന്നത്. അതേപോലെ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴും ഓവർ വെള്ളം ചേർത്തിട്ടല്ല കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോക്ക് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.